നല്ല കിടുക്കൻ മരം, കിടുക്കൻ കയറുകെട്ട്. എന്തായാലും ഞാനിത് തൂങ്ങിച്ചാവും. ഇത് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നല്ലേ പറയുന്നത്? ഇങ്ങനെ കിടന്നാലോ? അത് ഭയങ്കര വൃത്തികേടാ. അല്ല പിന്നെ ഇങ്ങനെ കിടക്കാം, അതും പോറാ. വേറെ കാര്യങ്ങളുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് വേണം ഈ കർമ്മം എനിക്ക് നടത്താൻ. സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് വിളിക്കുക ആദ്യം. എൻ്റെ പള്ളിക്കുടം. എടാ, ഇത്രയും നാളും ഈ ഗ്രൂപ്പ് ഞാനുണ്ടായിരുന്നു. ഇതിനകത്തിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു നമ്മുടെ കൂടെ പഠിച്ചത്. അതിനകത്ത് ലേഖയും മഞ്ജുവും രശ്മിക്കും എല്ലാം ഞാൻ 1000 ഉമ്മ 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 തരുവാ. ഞാൻ തീരുവാണേ. ലെഫ്റ്റ് സംഗീതത്തിന്റെ വേറെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എടാ, സ്വരരാഗം ഗ്രൂപ്പിനകത്തുള്ളവന്മാരെ ഞാൻ ഓരോ പാട്ട് പാടിയിടുമ്പോൾ നീക്ക് എന്താ പറയുന്നത്? പോയി ചാവടാ. ഞാനെന്നാ ഒരു പുതിയ പാട്ട് പാടിയിടാൻ പോവാടാ. അത് കഴിഞ്ഞ് നീക്ക് അഭിപ്രായം പറയുമ്പോൾ ഞാനിവിടെ കാണത്തില്ലടാ, ഞാൻ തൂങ്ങും. സ്വരരാഗ ഗംഗാ പ്രവാഹമേ പറയണ സംഗതി ഉണ്ടെന്ന്. സ്വർഗീയ സായുജസാരമേ നീറി നിൽക്കും തുളസി ജലമാണു ഞാൻ. അഭിപ്രായം പറഞ്ഞ് നീയൊക്കെ ചാവും, അതുവരെ ഞാനിവിടെ ചാവും. പിന്നെ വേറൊരു കർമ്മം കൂടെ ഉണ്ട്. എടി 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 ഞാൻ പോവാടി. നീ ഇന്ന് പുതിയതായിട്ട് ജോലിക്ക് കയറുമല്ലോ. ഒരിക്കലും നിന്റെ അണ്ടർ ഞാൻ ജീവിക്കത്തില്ലടി. കുറച്ച് കഴിയുമ്പോൾ ഞാനിവിടെ തൂങ്ങിക്കിടന്നാടും ഈ കുറുവാമലയിൽ. നീ വന്ന് നോക്ക്, എന്നിട്ട് നീ എന്നെ പിടിച്ച് ആട്ടി ആട്ടി കളിക്കടി. നീ ഇവിടെ വന്ന് നിലവിളിക്കുമ്പോൾ എൻ്റെ ചെവിക്കകത്തോടെ ഞാൻ കേൾക്കും. ഈ ചെവി മാത്രം ഞാൻ കൊല്ലത്തില്ല, വെച്ചേക്കും അങ്ങനെ. എടി, നീ എന്താ പറഞ്ഞ നിന്റെ മാല കാണാതെ പോയെന്നില്ലേ? കാണാതെ പോയതല്ല, ഞാൻ മോട്ടിച്ച് താടി, മോട്ടിച്ച് ഞാൻ വിറ്റ് കുടിച്ചടി. ബാക്കി പൈസ ഞാൻ വെതറി കളഞ്ഞടി. എടി, നിന്റെ അച്ഛൻ്റെ പുറത്ത് തേങ്ങ വീണതല്ല, ഞാൻ കല്ലെടുത്തെറിഞ്ഞാടി. അപ്പുറത്തെ രമണിയുടെ കുളിമുറിയിൽ ഓട്ടയിട്ടത് മരകുത്തിയല്ല, അത് ഞാനാടി. നീ എന്നെ പിടിക്കാതെ ചേർക്കണ്ടാടി. കുറച്ച് കഴിയുമ്പോൾ നീ വാടി, ഞാൻ ചാവുമടി. ഇതെന്നെ നീ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഈ മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങുവാണ്. EMI ബാക്കിയുണ്ട്, ബാങ്കുകാർ ചമ്മിപ്പോവും. ഞാൻ കെട്ടിയ കാറ കയറി തൂങ്ങുന്നത്, ഞാൻ കെട്ടിയ കാറ നീ തന്നെ കയറി തൂങ്ങുന്നത്. അതെങ്ങനെ? ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ മരത്തിലൊരു കയറി ഉണ്ട്, ഞാൻ കയറി അങ്ങനെ കഴുത്തിലങ്ങ്. എനിക്ക് തൂങ്ങാൻ വേണ്ടി കെട്ടിയ കാറത്. എന്റെ പൊന്നിയേട്ടാ, ഞാൻ കുറച്ചേരം തൂങ്ങിയിട്ട് തരാൻ ചേട്ടാ. കുറച്ചേരം തൂങ്ങിട്ട് തരാൻ ഓണത്തിന് ഊഞ്ഞാലിട്ട് വെച്ചേക്കുന്നതല്ല. മനസ്സാക്കിയില്ല ഇങ്ങനെ സംസാരിക്കല്ലേ. മനസ്സാക്കിടാ, നിനക്ക് തൂങ്ങണമെങ്കിൽ അപ്പുറത്ത് വേറൊരു മരമുണ്ട്, അവിടെ പോയി തൂങ്ങും. അയ്യോ, ആ മരത്തിൽ തൂങ്ങാൻ പറ്റൂല. എന്തോ? അത് നോക്കി, ആ മരം മൊത്തം ഉറുമ്പാണ്. മാത്രമല്ല കയറ് വാങ്ങിക്കാൻ 5 പൈസ എന്റെ ഇല്ല. നീ തൂക്കി ചാവല വേണ്ടി നിന്നെ വെടി വെച്ച് കൊല്ലണം. കയറ് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്തവരെ. എടാ, ഞാൻ ചോദിച്ചേ, നീ എന്താ ഈ ചാവം വന്നത്? എന്നെ പൊന്നിയേട്ടാ, ഞാൻ പെണ്ണുങ്ങളെ കണ്ട് 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 മടുത്ത്. ജീവിതത്തിൽ ആദ്യമായിട്ടാ പെണ്ണുങ്ങളെ കണ്ട് കണ്ട് മടുത്ത് എടുത്ത് തൂങ്ങിച്ചാവാൻ പറ്റുന്നത്. എനിക്കന്ന് ഒരിക്കലും മടക്കത്തുമില്ല, കൊതിയും തീരത്തില്ല. കണ്ട് 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 അങ്ങനെ മടുത്തെന്നല്ല പറഞ്ഞത്. പെണ്ണ് കാണാൻ പോയി നമ്മൾ കാണൂലേ, അത് കണ്ട് 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 മടുത്ത് ഞാൻ. പെണ്ണ് കാണാൻ നടക്കുന്നില്ല, സംഭവം നടക്കുന്നില്ല കേട്ടോ. അത് 140 വീട്ടിൽ ഞാൻ പെണ്ണ് കാണാൻ പോയി. എന്നിട്ടെന്തത് ചായ ലഡു ജിലേബി, ചായ ലഡു ജിലേബി 140 വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ചു. എനിക്ക് പെണ്ണല്ല കിട്ടുന്നത്, നിനക്ക് കിടക്കാൻ ഷുഗർ കിട്ടും. അയ്യോ, ഇന്നും കൂടെ ഒരു വീട്ടിൽ നിന്ന് പെണ്ണ് കണ്ടിട്ട് വരണ വരവാണ് ഞാൻ. എന്നിട്ട് നിനക്ക് മധുരം തിന്നെ കൊതി മാറിയിട്ടില്ലല്ലോടാ. അതല്ല ചേട്ടാ, പെണ്ണ് കാണാൻ പോയിട്ട് വരണ വരവാണെന്ന്. അവിടെ ചെന്നപ്പോ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അവിടെ ജിലേബി ലഡു ഒന്നും ഇല്ലായിരുന്നു, അവിടെ വെറൈറ്റി മുറുക്കായിരുന്നു. നീ അത് നോക്കാൻ പോന്ന പെണ്ണിനെ നോക്കാൻ പോന്നു? അയ്യ, അതല്ലെന്ന്, നമ്മളൊരു ഇൻട്രസ്റ്റിന് വേണ്ടി എടുത്ത് കഴിക്കുമല്ലോ. അരിമുറുക്കെടുത്ത് ഇങ്ങോട്ട് ഒരു ഒറ്റക്കടി പടക്കോന്നൊരു സൗണ്ടും കേട്ട് വീട്ടിനകത്തുനിന്ന് അയ്യോ എന്നൊരു വിളിയും കേട്ടു. പെണ്ണിന്റെ അപ്പൂപ്പൻ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു, ഹാർട്ട് അറ്റാക്ക്, സ്പോട്ടിൽ തട്ടി. ഞങ്ങളെ മുറുക്കിൽ നിന്ന് ഞങ്ങൾ അപ്പൂപ്പനെ കൊണ്ടാടാന്ന് വെച്ചിട്ട് അടിച്ചിറക്കി വിട്ടില്ലേ വീട്ടിൽ ഞങ്ങളെ. ഞാനൊരു കാര്യം പറയട്ടെ, നീ ആടാ ഭാഗ്യവാൻ. അതെന്ത്? എടാ, പെണ്ണ് കെട്ടല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന്. നഷ്ടപ്പെടും? നീ ഭയങ്കര ഭാഗ്യവാനാ. നീ ഭയങ്കര പെണ്ണ് കെട്ടാതല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്റെ. ഇല്ല ചേട്ടാ, എന്റെ കൂട്ടുകാരന്മാരൊക്കെ പെണ്ണും കെട്ടി പിള്ളേരുമായിട്ട് പോകുമ്പോഴേക്ക് എന്റെ മനസ്സ് ഭയങ്കര വിഷമം ചേട്ടാ. നിന്റെ മനസ്സിലല്ല സങ്കടം, പിന്നെ അവന്മാരുടെ മനസ്സിലാ സങ്കടം. നീ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന കാണുമ്പോ അതുകൊണ്ട് ഞാൻ പറയാം, പെണ്ണ് കെട്ടല്ലേ. എന്റെ അവസാനം ഓർത്തു. ചേട്ടൻ എന്തോ അവസ്ഥ? ചേട്ടൻ എന്തിനാ തൂങ്ങാൻ വന്നത്? ഞാൻ തൂങ്ങാൻ വന്നെന്ന് പറഞ്ഞാലേ, ഞാൻ സംഗീത ക്ലാസ്സിൽ പോകുന്നുണ്ടായിരുന്നു. എന്റെ മ്യൂസിക് ടീച്ചർ പറഞ്ഞു എന്റെ സ്വരം നന്നാവുന്നില്ല, ഈ നാടീഞ്ചാരം വന്ന് നീട്ടാൻ വേണ്ടി വന്നതാ. അത് തന്നെ ഞാൻ ചോദിച്ചത്. അകത്ത് തലയിടാനുള്ള ഒരു വിഷയം ഉണ്ടല്ലോ, എന്താണെന്നാണ് വിഷയം എന്ന് പറഞ്ഞാലേ, എന്റെ പെണ്ണുമ്പിളക്ക് എന്തോ കൊണ്ട് കൊടുത്താലും തികയത്തില്ല. ചേട്ടാ എത്ര ഉണ്ടാക്കും? ഞാനൊരു 650 രൂപ ഡെയിലി ഉണ്ടാക്കും. എത്ര വീട്ടിൽ കൊടുക്കും? 150 രൂപ. ബാക്കി 500 രൂപയ്ക്ക് ഞാൻ വെള്ളം കുടിക്കും, വീട്ടിൽ ചെന്ന് കിടക്കാച്ച് വടക്കുണ്ടാക്കും. വടക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കിടക്കം വടക്കുണ്ടാക്കുന്നത് അടിപൊളി തെറി വിളിക്കുന്നത് ഞാനാ. ഈ തെറിയൊക്കെ ഞാൻ ഉണ്ടാക്കി വിളിക്കും, കേൾക്കണം ഒരാഴ്ച. എനിക്ക് കേൾക്കണ്ടേ, എനിക്ക് കേൾക്കണ്ട. ഈ നാട്ടുകാരൊന്നും പറയൂലേ? നാട്ടുകാരൊക്കെ വാതിലും ജെല്ലും ഒക്കെ അടച്ചിട്ട് അതിരിക്കും. ഈ തെറി വിളി പേടിച്ചിട്ടായിരിക്കും പ്രദർശനം. അതെന്റെ മാസ്റ്റർ പീസ് ഐറ്റമാണ്. സന്ധ്യക്ക് തുടങ്ങിയൊക്കെ നേരം വെളുക്കുന്ന ഇതാണ് തുണിയിൽ അതിങ്ങനെ നടക്കും. ക്ലൈമാക്സ് അതാണ് എന്റെ പ്രോഗ്രാം ക്ലൈമാക്സ്. ഒരു പീസ് കാണിച്ചിട്ട് വേണ്ട വേണ്ട. ഞാൻ ഒരുപാട് വീട്ടിൽ പെണ്ണ് കാണാൻ പോയി. ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ പോയി. കണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ചവറ പെണ്ണല്ല,
ചവറ അന്ന് കുണ്ടളപ്പുഴുവാ. അതല്ലെന്ന് കൊല്ലം ചവറയിലൊരു സ്ഥലത്ത് ഒരു പെണ്ണ് കാണാൻ പോയി. അവിടെ ചെന്നാണെങ്കിൽ ഏകദേശം കണ്ട് ഉറപ്പിച്ചെല്ലാം സെറ്റായി. താലി കെട്ട 1 മിനിറ്റേ ഉള്ളൂ. എന്റെ അച്ഛന്റെ വായിന്ന് ഒരു വാക്ക് വീണ് കല്യാണം താപാണ്. അച്ഛന്റെ വായിന്ന് എന്തുവാ തെളി വീണത്? അങ്ങോട്ട് തള്ളി വീണതാ. ഈ പക്കമേളക്കാരും കാര്യങ്ങളൊക്കെ ഇരിക്കായിരുന്നില്ല. അച്ഛൻ ഓടി ഇങ്ങോട്ട് വന്ന് ആ ത്രസിപ്പിൽ ഇങ്ങനെ വന്ന് പറയാണ്, കൊട്ടടാ മേളം കെട്ടടാ താലിയെന്ന്. അതെടാ തെറ്റ്. അതിന് നിനക്ക് താലി കെട്ടിയാ പോരായിരുന്നു. അതല്ല, അത് വാക്ക് കറക്റ്റ് ആയിരുന്നു. പറഞ്ഞത് മാറിപ്പോയി. കൊട്ടടാ മേളം എന്ന് എന്റെ അടുത്തും കെട്ടടാ താലിയെന്ന് മറ്റേ പക്കമേളക്കാരന്റെ അടുത്താണ് പറഞ്ഞത്. എന്നിട്ട് അവൻ പെണ്ണിനെ കെട്ടിപ്പോയി. ഞാൻ വീട്ടിൽ ഇരുന്ന് കൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര മേളക്കാരൻ. മേള വിദ്വാനാ നീ. സമയമില്ല, ഞാൻ കയറി തൂങ്ങട്ടടാ. അയ്യോ, ഞാൻ അല്ല, അത് പറ്റൂല. എനിക്ക് തൂങ്ങണം ചേട്ടാ. നീ തന്നെ ഇപ്പൊ തൂങ്ങ, കുറച്ച് കഴിഞ്ഞ് തൂങ്ങാടാ. ഈ തൂങ്ങി നമ്മൾ മരിച്ചു കഴിഞ്ഞാലേ ഈ സ്വർഗത്തിലോട്ട് പോകും, നരകത്തിലോട്ട് പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശ്വാസം. നമ്മൾ ഈ തൂങ്ങി മരിച്ചു കഴിഞ്ഞാലേ നരകത്തിൽ പോകും. നരകത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പൂപ്പനെ കൊണ്ട് എങ്ങനെയെങ്കിലും കെട്ടി തൂക്കണം. ഭയങ്കര നരയാണ്, അത് കത്തിപ്പോട്ട്. ഭയങ്കര സംഭവം. എങ്ങനെ കിട്ടി നിൽക്കുന്നത്? നരകത്തിൽ പോകത്തല്ലേ പറഞ്ഞത്? നരകത്തിൽ പോകും. അയ്യോ, അങ്ങനെയാണ്. ഞാൻ സ്വർഗത്തിലേ പോകത്തുള്ളൂ. അതെന്താ ഇത്ര ഉറപ്പിച്ചു പറയാൻ കാര്യം? എന്ന് പറഞ്ഞാൽ ഇതിന് വിശാലമായിട്ട് കിടക്കുവാണ്. സ്വർണത്തിന്റെ വലിയ മണിമന്ദിരം. അവിടെ തേനൊഴുകുന്ന പുഴയുണ്ട്, പാലൊഴുകുന്ന പുഴയുണ്ട്. അവിടോട്ട് പോകുന്ന വഴി ഭയങ്കര കുണ്ടും കുഴിയാണ്. ഇത്രയും പൈസ മുടക്കി സ്വർഗം ഉണ്ടാക്കണമെങ്കിൽ ശകലം പൈസ മുടക്കി ആ വഴി ഒന്ന് വൃത്തിയാക്കി കൂടാ. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ശരിയല്ലടാ. ഞാൻ ചെന്നിട്ട് വേണം അവനെ മാറ്റണം. അവനെ മാറ്റണം. മാറ്റിട്ട് ഞാൻ നീക്കി മത്സരിക്കാൻ വേണ്ടി തൂങ്ങട്ടാ. ഞാൻ ശകലം തൂങ്ങട്ടോ? തൂങ്ങല്ലേ. ഞാൻ കുറച്ചു നേരം തൂങ്ങട്ടത്. ശകലം തൂങ്ങിട്ട് ഞാൻ ആദ്യം തൂങ്ങട്ടെ. അല്ല, ഞാൻ ആദ്യം തൂങ്ങട്ടെ. ഞാൻ ആദ്യം തൂങ്ങട്ടെ. കുറച്ച് കഴിഞ്ഞ് തൂങ്ങാൻ പറ്റൂല. ഇവിടെ മൊത്തം വെയിലായിരിക്കും. അയ്യോ എന്ന് പറഞ്ഞാൽ പഠിക്കും എന്തല്ലേ മോനെ. എടാ വെയിൽ കൊള്ളാതെ തൂങ്ങണം എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ തൂങ്ങണമായിരുന്നു. അയ്യോ, വീട്ടിൽ സ്ഥലമുണ്ട്. വീട്ടിൽ സ്ഥലം ഉള്ള സ്ഥലത്ത് അമ്മ ഒരു കൊല പഴിപ്പിക്കാൻ തൂക്കിയിട്ടേക്കുന്നു. അതിന്റെ ഇപ്പുറത്ത് ഞാൻ കയറി തൂങ്ങി കഴിഞ്ഞാലേ 2 കൊലയാവൂലേ. പിന്നെ അഴിക്കാൻ പറഞ്ഞ പോലീസുകാർ കൺഫ്യൂഷൻ ആവും. 2 കൊലത്തിൽ ഏത് കൊല അഴിക്കോ അവര്? ശരി, അഴിക്കാൻ പറ്റുന്ന പോലീസുകാർ 2 പടങ്ങൾ തൂക്കി കിടക്കുന്ന കണ്ടിട്ട് കൺഫ്യൂഷൻ അടിക്കും. നിന്റെ വീട്ടിൽ വേറെ റൂം ഒന്നും ഇല്ലയോ? അയ്യോ, എന്റെ വീടെന്ന് പറഞ്ഞാ കഷ്ടമുണ്ട്. ലവ് ബേഡ്സിന്റെ കൂട്ടിനകത്തൊക്കെ. ലവ് ബേഡ്സിന്റെ കൂടല്ല, അത്ര കൊച്ചു വീടാണ് ചേട്ടാ. കൊച്ചു വീടാണോ? ഏതെങ്കിലും വീടിനകത്തോട്ട് കയറുന്നത്? അല്ല, അങ്ങനെയല്ല, ചെറിയ വീട്. ഞാൻ തൂങ്ങാൻ ഒരു കാര്യം ചെയ്യാം. അങ്ങനെ കോംപ്രമൈസ്. ഒരു കാര്യം അപ്പുറം ഇപ്പുറം കൂടെ കുരുക്കിട്ട് 2 സൈഡിൽ ഒന്നിച്ചു തൂങ്ങിയല്ല. നമ്മൾ എന്തായാലും കുറച്ചു നേരം പരിചയപ്പെട്ട്. എനിക്ക് എത്ര കിലോ ഉണ്ട്? എനിക്ക് 78. ഞാൻ പൊങ്ങി മേളിൽ പല്ലില്ലോടാ. എനിക്ക് 65 കിലോ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് തൂങ്ങാം. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് തൂങ്ങാം. ഞാൻ തൂങ്ങി ചത്തട്ടെ, നീ ചത്താൻ പറ്റേ. അതാ രസം. ചേട്ടാ, പോലീസ് പറഞ്ഞു ചേട്ടാ. പോലീസ് പറഞ്ഞു. അയ്യോ, എന്നെ പറഞ്ഞു കൊടുക്കല്ലേ ചേട്ടാ. സാർ, ഞാൻ കുറുവാമലയിലുണ്ട്. കോളേജ് കുമാരന്മാരും കുമാരികളൊക്കെ ആത്മഹത്യ ചെയ്യണ ഒരു ഏരിയയാണ്. അവിടെ വന്നിട്ടുണ്ട് സാർ. ഒരുത്തനവിടെ ഒരു വശവശ കാട്ട് നിപ്പുണ്ട്. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം സാർ. യെസ് സാർ. ശരി സാർ. ഓക്കെ സാർ. 4000 രൂപയുടെ ഡിസ്പ്ലേ. എന്റെ നെറ്റി. എന്താടാ ഇവിടെ? എന്താടാ ഇവിടെ? എന്താടാ ഇവിടെ? കണ്ടാറിവിടെ കിടുക്ക് കാട്. എനിക്ക് കാണാം ഇത് കാടാണെന്ന്. അതുകൊണ്ട് നീ എന്തിനാ ഇവിടെ വന്നേന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ ഈ ഹരിതകർമ്മ സേനയിലെ. ഹരിതകർമ്മ സേന സ്ത്രീകൾക്കുള്ളതല്ലേടാ? ഞാൻ ഇതിന് അങ്ങനെ പറഞ്ഞത്. അല്ലെ, ഹരിത ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്നത്. എന്നിട്ട് ഹരിത ഭംഗി നീ അങ്ങോട്ട് ആസ്വദിച്ചാ? കുറേശ്ശെ ആസ്വദിച്ചോണ്ടിരിക്കുന്നു. എന്ത് സത്യം പറയടാ, നീ എന്തിനാണ് ഇവിടെ വന്നത്? കെട്ടി തൂങ്ങാനല്ലേടാ വന്നത്? എന്റെ പൊന്നു മേഡം, ആവശ്യമില്ലാത്ത പറയരുതേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരുത്തും തൂങ്ങി നിക്കണ്. നീ കുളിച്ചിട്ടാടാ? മേഡത്തിന് എങ്ങനെ മനസ്സിലായി? എന്ത്? ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ലെന്ന്. കുളിക്കാത്ത കാര്യല്ലടാ, നീ അവനെ കുളിച്ചിട്ടാടാ? ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. നാക്ക് താന്ന് ഭൂമിയുടെ അടിയിലോട്ട് പോയി വെള്ളം കുടിച്ചിട്ട് കയറി വരും. കളിക്കരുത്. നമ്മളെക്കാളെ പാവപ്പെട്ടവർ എങ്ങനെ മേഡം കാണുന്നത്? ഒരുപാട് പൈസ ചെലവാക്കി അങ്ങൊക്കെ പോയി കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ ടിവിയിൽ വരുമ്പോ ഇതുപോലെ നേരെ ഇരുന്ന് കാണും. എന്ത് ലോകകപ്പ്? പിന്നെ കെട്ടി തൂക്കി കൊന്ന് കുഴിച്ചു മേഡം, ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് പെണ്ണ് കിട്ടില്ല, അതാണ് ശരിയായിട്ടുള്ള സത്യം. പെണ്ണ് കിട്ടണില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യണത്. മനസ്സിന് ഇറക്കപ്പെട്ട ഒരു പെണ്ണിനെ അങ്ങനെ കെട്ടടാ നീ. മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡബിൾ എം എ ആണ്. ഞാൻ വെട്ടിക്കളയണോ? അതല്ല, വെട്ടിക്കളയേണ്ട കാര്യമില്ല. ഞാൻ ഡബിൾ എം എ ആണ്. ഈ ഡബിൾ എം എ കാരൻ ഒരു വിദ്യാസമ്പന്നൻ ഒരു വനിതാ പോലീസുമായിട്ട് ചങ്ങാത്തം കൂടുന്നുണ്ടെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ തന്നെയായിരുന്നു എന്റെ ഇഷ്ടം. റാവരയ്ക്കണമെന്ന് അതല്ല, ഒരു വിദ്യാഭ്യാസം ഉള്ള ഒരാളെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. പക്ഷെ എന്തിനാ, കല്യാണം കഴിഞ്ഞു പോയി. അയ്യോ, കഴിഞ്ഞു പോയാ? എന്തോ പറ്റി മേഡം? ആരെയാണ് കെട്ടിയത്? ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മഴകടാഞ്ചനെ. അയാളെ അങ്ങ് ഉപേക്ഷിക്കും മേഡം. മേഡത്തിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെയൊക്കെയാണല്ലോ ഒരു ഇതെന്ന് പറയണത്. കണ്ടുമുട്ടല്ലേ? അതൊന്ന് എടുത്ത് തരുമോ? മേഡത്തിന് വേണ്ടി JCB വെച്ച് കുഴിച്ചങ്ങാറ്റം വരെ പോകും ഞാൻ, പട്ടിയെ പോലെ. നിനക്ക്
പിടിക്കല്ലേ? അയ്യോ 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 ഐ ജി സാറ് എവിടെയാ ഐജി സാറ്? അത്ര നേരം ഇടി കിട്ടട്ടെന്ന് വിചാരിച്ച്. തിരിയടാ. തിരിക്കാനല്ലടാ പറഞ്ഞേ, തിരിയാൻ. സരസമ്മയടി, ഇത് കുക്കറാന്നോ എന്റെ സരസമ്മയാന്ന് ഇതൊന്ന് ചീറ്റുന്നു. സരസമ്മ മാഡം. പിന്നെ ഞാൻ എന്തിനാടി മേഡം എന്ന് വിളിക്കുന്നത്? അയ്യോ എന്ത് നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടാ? പരിചയെന്നോ? ഞാൻ പറഞ്ഞില്ല ഇന്ന് ഒരുത്തിക്ക് ജോലി കിട്ടുന്നെന്ന്. ആ ജോലി കിട്ടിയ ആളാ എന്റെ പെണ്ണുമ്പിള്ളയാന്ന്. പെണ്ണുമ്പിള്ളാണോ? ഞാൻ അറിയാതെ ലയം വലിച്ചു നോക്കി ഇടിയും കിട്ടി. പോയിരുന്നേ അവിടെ മാറിയിരിക്കോടാ. അല്ല, നിങ്ങൾ തൂങ്ങണെന്ന് പറഞ്ഞിട്ട് തൂങ്ങിയില്ലേ? തൂങ്ങാൻ നല്ലൊരു 15 വിനാഡിയോടെ എനിക്ക് ആയസുണ്ട്. അത് കഴിഞ്ഞിട്ട് തൂക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇത് ഭയങ്കര രസം നടന്നടി. എന്ത് രസം? ഞാനിവിടെ വന്നപ്പോ ഈ ചെറുക്കൻ തൂങ്ങിച്ചാവാൻ തുടങ്ങുമായിരുന്നു. ഇവനെ അഴിച്ച് ഞാൻ തറയിട്ട് രക്ഷിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഭയങ്കര കരുത്തുള്ള ആളാ ഞാൻ. കേട്ടടാ, അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. വാ 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 പോവാം. അതാ ഞങ്ങൾ വീട്ടിൽ പോകാണ്ട് എവിടെ നിന്ന് ഒരു പെണ്ണിനെ സംഘടിപ്പിച്ച് ഞങ്ങൾ ഒപ്പിച്ച് തരാം. കല്യാണം നടക്കുന്ന ഞങ്ങളെ നാട്ടിൽ വിളിക്കണം. പോലീസുകാർ വീട്ടിൽ വരുമ്പോ ഭയങ്കര ഗവയായിരിക്കും നിനക്ക്. പോട്ടാ നമുക്ക് വീട്ടിൽ പോകാം. എവിടെ പോണെന്ന്? വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല, അങ്ങ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ. സ്റ്റേഷനിൽ എന്തിനു കൊണ്ടുപോകണ്ട? ഇന്ന് ഡ്യൂട്ടി കയറി ഇന്ന് തന്നെ എനിക്ക് 4 കേസ് കളിക്കുന്നതോടെ ഞാൻ അങ്ങോട്ട് പ്രൊമോഷനിലേക്ക് ആവുകയാണ്. ഏത് കേസ്? 4 എണ്ണം. അയൽവക്കത്തെ രമണിയുടെ കുളിമുറി ഹോളിട്ടല്ലോ, അതൊന്ന്. 2, സ്വന്തം അമ്മായിപ്പന്റെ തലയിൽ കല്ലെറിഞ്ഞ് തേങ്ങ വീണെന്ന് പറഞ്ഞ് കൊലപാതക ശ്രമം. 3, സ്വന്തം ഭാര്യയുടെ കഴുത്തിൽ മാലമോഷണം. ഞാൻ പറഞ്ഞു. ആണോ? അയ്യോടാ. പിന്നെ അതാ വേറൊരു കേസ് എന്ന് പറഞ്ഞാല് ആത്മഹത്യാശ്രമം. അപ്പൊ ഇത് 4 നമുക്ക് തെളിയിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഗോതമ്പുണ്ട് ജയിലിൽ കിടക്കാം. ഓക്കെ, അങ്ങോട്ട് പോരെ. അപ്പൊ ശരി. എവിടെ പോണ്? എവിടെ പോണു? വീട്ടിൽ പോണു. അയ്യോ, നീ കൂടെ പോരെ. നിന്റെ പേരിലുണ്ട് 2 കേസ്. എന്റെ പേരിൽ 2 കേസ്. 1, ആത്മഹത്യാശ്രമം. അതൊക്കെ. 2, ഡ്യൂട്ടിയിലിരിക്കെ വനിതാ കോൺസ്റ്റബിളിനെ അശ്ലീലം പറഞ്ഞതിന്. ഒരു 2 പേരെ നടക്കണേ. എന്റെ പേരിൽ എത്ര കേസുണ്ടെന്നാ പറഞ്ഞത്? 4 കേസ്. എടി, എന്റെ പേരിൽ ഒരു കേസ് കൂടെ വരാൻ ചാൻസ് ഉണ്ട്. നിന്റെ പിടിപാട് വെച്ചാ അതൊന്ന് ഇല്ലാതാക്കി തരണം. എന്ത് കേസ്? സ്കൂൾ ഗ്രൂപ്പിൽ കയറി പെമ്പിള്ളാർക്ക് ഉമ്മ കൊടുത്തതിന്റെ ഒരു കേസുണ്ട്. അതൊന്ന് മാറ്റി തരണം. അതങ്ങനെ ഞാൻ ഉപേക്ഷിച്ച്. കണ്ടില്ല എന്റെ ഭാര്യ അതൊക്കെ കളഞ്ഞു. അങ്ങനെ സരസമ്മ എന്ത് കറുത്താണ് ഇതിന്റെ കൈ? ഇതേ നിന്റെ പോലുള്ള കെട്ടിയവന്മാർക്ക് വെച്ച് വിളമ്പി ഇറക്കാനുള്ള മാത്രമല്ല ഈ കൈ, പിന്നെ നല്ല തരാനും കൂടിയാണ്. എടാ, ഇതാവണോടാ പോലീസ്. ഓടാ കൊടുത്തു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.